إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നാമൊക്കെ നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിലായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓരോരുത്തരുടെയും ഉപജീവന മാർഗ വഴികൾ ഭിന്നവുമാണ്. വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളിൽ മുഴുകി വിവിധ പദവികളിൽ എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്ത് നാം എല്ലാവരും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മശീഅത്ത്, അവൻ്റെ തീരുമാനപ്രകാരവും അതോടൊപ്പം അള്ളാഹുവിന് നമ്മോടുള്ള കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഭാഗമാണ് എന്നറിയിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹു പറയുന്നു, ഉൻളുർ കൈഫ ഫളൽനാ ബഅ്ളഹും അലാ ബഅ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നാം ചിലർക്ക് ചിലരേക്കാൾ ഔദാര്യവും പദവികളും ഉയർത്തി നൽകിയതിനെക്കുറിച്ച്. വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ളീല. ഈ ഭൗതിക ലോകത്ത് നാം ആരായാലും പാരത്രിക ജീവിതമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ പരലോകത്ത് നേടുന്ന പദവികളാണ് ഏറ്റവും ഉന്നതമായ പദവികൾ എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ശത്രുക്കൾ ഉന്നയിച്ച ഒരു വാദവും അതിന് അല്ലാഹു നൽകിയ മറുപടിയും സൂറത്തു സുഖുർഫിൽ നമുക്ക് കാണാം. ശത്രുക്കൾ പറഞ്ഞു, വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. മക്ക, ത്വായിഫ് എന്ന രണ്ട് രാജ്യങ്ങളിലുള്ള ഒരു മഹാവ്യക്തിയുടെ മേൽ എന്തുകൊണ്ട് ഖുർആൻ അവതരിച്ചില്ല? തീർത്തും അനാഥനായി ജീവിച്ച മുഹമ്മദിനാണോ ഈ ഖുർആൻ ലഭിക്കാൻ അർഹത എന്നാണ് അവർ ചോദിച്ചത്. അതിന് അല്ലാഹു നൽകിയ മറുപടി, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. നിന്റെ റബ്ബിന്റെ അനുഗ്രഹം പങ്കുവെക്കുന്നവർ അവരാണോ? അത് വീതം വെച്ച് നൽകുന്നവർ അവരാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. നാമാണ് അവർക്കിടയിൽ ജീവിത വിഭവങ്ങൾ വീതം വെച്ച് നൽകുന്നത്. വറഫഅനാ ബഅ്ളഹും ഫൗക ബഅ്ളിൻ ദറജാതിൻ ലിയത്തഖിദ ബഅ്ളഹും ബഅ്ളൻ സുഖ്രിയ. അങ്ങനെ ജീവിത വിഭവങ്ങൾ ലഭിച്ച് ചിലർക്ക് ചിലരേക്കാൾ പദവികൾ നാം നൽകുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞും അള്ളാഹു പറഞ്ഞത്, വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അവർ ശേഖരിക്കുന്നതിൽ ഏറ്റവും ഉത്തമം നിന്റെ റബ്ബിന്റെ റഹ്മത്താണ് എന്ന് ഓർമ്മപ്പെടുത്തി.
ജീവിത വിഭവങ്ങൾ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അവൻ കണക്കാക്കിയതിനനുസരിച്ച് നേടിയെടുത്തവരാണ് നാം എത്ര കാലം ഇവിടെ ജീവിക്കുന്നുവോ ആവശ്യമായ ജീവിത വിഭവങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത വിഭവങ്ങളിൽ നമ്മുടെ നിലപാട് എന്ത് എന്ന് നാം മനസ്സിലാക്കണം. അതിലൊന്ന്, കിട്ടിയ ജീവിത വിഭവങ്ങളിൽ സംതൃപ്തി നേടാൻ, അത് തൃപ്തിപ്പെടാൻ കഴിയുക എന്നതാണ് പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം വരിസ്ഖുഹു കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു. മുസ്ലിമായവൻ വിജയിച്ചു. അവൻ അല്ലാഹു നൽകിയ ഉപജീവനം അവന് മതിയായിട്ടുണ്ട്. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു. അല്ലാഹു അവന് നൽകിയതിൽ അവനെ സംതൃപ്തനാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. മറ്റൊരു കാര്യം, ജീവിത വിഭവങ്ങൾ കുറഞ്ഞതിൽ അല്ലാഹുവിനെക്കുറിച്ച് ദുർവിചാരം വെച്ചു പുലർത്താൻ പാടില്ല എന്നതാണ്. മനുഷ്യരുടെ ഒരു പൊതു നിലപാട് നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യന്റെ ഒരു നിലപാട് പറയാണ്, നാം ഒരു പരീക്ഷണമെന്ന നിലക്ക് മനുഷ്യന് ആദരവും അനുഗ്രഹങ്ങളും നൽകിയാൽ അപ്പാ മനുഷ്യൻ പറയും റബ്ബി അക്രമൻ, റബ്ബ് എന്നോടിതാ ആദരവ് കാണിച്ചിരിക്കുന്നു. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ആർക്കെങ്കിലും നാം ഒരു പരീക്ഷണമെന്ന നിലക്ക് ജീവിത വിഭവങ്ങൾ കുടുസാക്കിയാൽ മനുഷ്യൻ പറയും റബ്ബി അഹാനൻ, റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുകയാണ് എന്ന്. ഈ രണ്ട് നിലപാടും ശരിയല്ല. എന്നോട് പ്രത്യേകമായ താല്പര്യമുള്ളത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ വിഭവങ്ങൾ ലഭിച്ചതെന്നും അല്ലാഹു എന്നോട് അപമാനിച്ചതാണ് ഈ ജീവിത വിഭവങ്ങൾ ജീവിതത്തിൽ കുടുസാകാൻ കാരണം, ഇതല്ല സത്യവിശ്വാസിയുടെ നിലപാട്. സത്യവിശ്വാസി എത്ര ലഭിച്ചാലും അതവൻ സ്വീകരിക്കും, തൃപ്തിപ്പെടും. അത് കുറഞ്ഞു പോയാലും അവന് സംതൃപ്തി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിത വിഭവങ്ങൾ ഭൗതിക ലോകത്ത് കുറച്ച് ലഭിച്ചവരും അത്യധികം ലഭിച്ചവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു ധിക്കാരിയായ ഖാറൂൻ എന്ന് നമുക്കറിയാം. ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു ഖാറൂൻ. ഖാറൂന്റെ വാദം ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടും പവർ കൊണ്ടുമാണ് ലഭിച്ചത് എന്നതാണ്. ആ ഒരു ധിക്കാര മനസ്സു തന്നെ ഈ ഭൗതിക ലോകത്ത് ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടാൻ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവൻ സമ്പാദിച്ചു കൂട്ടിയ വീടും അവന്റെ സമ്പത്തടക്കം ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു എന്നതാണ് ധിക്കാരിയായ ഖാറൂനിന് ലഭിച്ച ശിക്ഷ എന്ന് നാം ഓർക്കണം. ആ ഖാറൂനിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് സൂറത്തു ഖസസിൽ അല്ലാഹു പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. 5 കാര്യങ്ങളാണ് ഖാറൂനെ ഓർമ്മപ്പെടുത്തിയത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു എന്തു നൽകിയിട്ടുണ്ടോ അതുകൊണ്ട് പരലോക വിജയം നീ നേടണം. വലാ തൻസ നസീബക മിനദ് ദുനിയ, അല്ല ഭൗതിക ലോകത്ത് തന്ന വിഭവങ്ങളിൽ അല്ലാഹുവിനെ മറന്നല്ല ജീവിക്കേണ്ടത്. അതുപോലെ ഭൗതിക ജീവിതത്തിൽ നിന്റെ ബാധ്യതകളും മറക്കേണ്ടതില്ല. അല്ലാഹു നൽകിയ ആ വിഹിതത്തെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് വേണം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ല നിന്നോട് അനുഗ്രഹം ചെയ്ത പോലെ നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, അനുഗ്രഹം ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചാൽ ആ സമ്പത്ത് കൊണ്ട്, ആരോഗ്യം ലഭിച്ചാൽ ആരോഗ്യം കൊണ്ട്, അറിവ് ലഭിച്ചാൽ അറിവ് കൊണ്ട്,
അങ്ങനെ അവന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ വബ്തഗി നീ തേടുക ഫീമാ ആതാക്കല്ലാ അള്ളാഹ് നിനക്ക് നൽകിയതിൽ പരലോക വിജയം നേടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം പരലോക വിജയമാണ്. അതിനുവേണ്ടി സദാസമയവും ഒരുക്കങ്ങളുണ്ടാകണം. പരലോക വിജയത്തിനായ വിഭവങ്ങളും നമ്മുടെ കൈകളിൽ ഉണ്ടാകണം എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തി ഇതൊക്കെ എന്റെ പരലോക വിജയത്തിനാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം ഒരുക്കി വെക്കേണ്ട ഈ ഭൗതിക ലോകത്ത് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യതിരിക്തമായി നമ്മൾ ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പ്രാർത്ഥന നിർവഹിച്ചു. ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സന്ദർഭങ്ങൾ നോക്കിയാൽ തന്റെ അനുചരന്മാരോടൊപ്പം ഒരുമിച്ചുകൂടിയ സന്ദർഭങ്ങളിലൊക്കെ ആ പ്രാർത്ഥന നിർവഹിക്കുമായിരുന്നു എന്നാണ്. അതിൽ കാണാം, അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക. അല്ലാഹുവേ, നിന്നെക്കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് കനിഞ്ഞു നൽകണേ. ആ ഭയം എങ്ങനെയാകണം? നിനക്ക് എതിര് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ മറയാക്കുന്ന ഭയം നീ ഞങ്ങൾക്ക് നൽകണേ. ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ ചെയ്യാൻ പാടില്ല, ആ തിന്മ ഞാൻ ആസ്വദിക്കാൻ പാടില്ല, ആ വേണ്ടാത്ര ഞാൻ കാണാൻ പാടില്ല എന്നത് ഓർമ്മപ്പെടുത്തുന്ന റബ്ബിനെ കുറിച്ചുള്ള ഭയം, ആ ഭയം നീ ഞങ്ങൾക്ക് നൽകണേ എന്നതാണ്. വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക. രണ്ടാമത് പ്രാർത്ഥിച്ചത്, നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതായ നിനക്കുള്ള ഒരു അനുസരണ ജീവിതം ഞങ്ങൾക്ക് നൽകണേ എന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനെ അനുസരിക്കാനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനുണ്ട്. വിശപ്പ് മാറാനാണ് ഭക്ഷണം കഴിക്കുന്നത്, ശരീരപുഷ്ടിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അതെങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയോ? നമ്മൾ കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. ആ ബിസ്മില്ല പറയാൻ മറന്നാൽ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ ഞാൻ ബിസ്മി ചൊല്ലാതിരുന്നത്, ഓർമ്മ വന്നാൽ പറയണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കുറേ സമയം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ച് കുറേ സമയം കഴിഞ്ഞു, അപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോ ബിസ്മി ചൊല്ലിയിട്ടില്ല, പറയണമെന്നാണ്. എന്തു പറയണപ്പോ? ഒരു ചെറിയ മാറ്റം, ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, ആദ്യത്തിലും അവസാനത്തിലും അള്ളാന്റെ നാമത്തിൽ തന്നെ എന്നവിടെ പറയണമെന്നാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സദാസമയവും സ്തുതിക്കാനുള്ള ഏറ്റവും ചെറിയ പദമാണ് അൽഹംദുലില്ലാ. തുമ്മിയാൽ അൽഹംദുലില്ല പറയണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നമസ്കാരത്തിൽ തുമ്മി അൽഹംദുലില്ല എന്ന് ഉച്ചരിക്കാൻ പാടില്ല, പക്ഷേ അവന്റെ മനസ്സിൽ അൽഹംദുലില്ല എന്നുണ്ടാവണം. അത്ര പ്രാധാന്യം അതിനുണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ചെരുപ്പും ഷൂ ധരിക്കുന്നവരാണ്. ഏറ്റവും നല്ല ചെരുപ്പ്, വിലപിടിപ്പുള്ള ഷൂവും ചെരുപ്പും നമ്മൾ എങ്ങനെയെങ്കിലും ധരിച്ചാൽ മതിയോ? വലതുകാലിൽ ധരിക്കണം ആദ്യം, ഇടതുകാലിൽ പിന്നെ ധരിക്കണം. അത് അഴിച്ചു വെക്കുകയാണോ? ഇടതുകാലിലുള്ളത് അഴിക്കണം, പിന്നെ വലതുകാലിലുള്ളത് അഴിക്കണം. അതെന്താ? വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന നിലക്കുള്ള നിനക്കുള്ള അനുസരണം, പ്രവാചകനുള്ള അനുസരണം നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. ഒമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മുസീബാത്തി ദുനിയ. മൂന്നാമതായി റസൂലുള്ള പ്രാർത്ഥിച്ചത്, ദുനിയാവിൽ വിവിധങ്ങളായ മുസീബത്തുകളും പരീക്ഷണങ്ങളും സംഭവിക്കും. ഏത് പരീക്ഷണം എനിക്ക് വന്നാലും ആ പരീക്ഷണങ്ങളെ നിസ്സാരമായി എനിക്ക് തോന്നുന്ന നിലക്ക് നിന്നെക്കുറിച്ചുള്ള യഖീൻ, ദൃഢവിശ്വാസം അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണേ എന്നതാണ്. നാലാമത്തത്, വമത്തിഅനാ ബി അസ്മാഇനാ വഅബ്സ്വാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ വജ്അൽഹുൽ വാരിസ മിന്നാ. അല്ലാഹുവേ, നീ തന്ന കാഴ്ചശക്തി, അതുപോലെ കേൾവിശക്തി, നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം, നീ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് ഞങ്ങളിൽ നിലനിർത്തണേ. അതോടൊപ്പം മത്തിഅന, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുന്ന നിലക്കുള്ള സുഖങ്ങൾ മാത്രം, കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, എന്റെ ആരോഗ്യം ചെലവഴിച്ച് ഞാൻ ചെയ്യുന്നതെല്ലാം നീ തൃപ്തിപ്പെടുന്നത് മാത്രമായിരിക്കണം. ആ നിലക്ക് ഈ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം ഞങ്ങളിൽ നിലനിർത്തിത്തരണേ എന്നതാണ് പ്രാർത്ഥിച്ചത്.
വജഅൽ സഅറന അലാ മൻ ളലമന വൻസുർന അലാ മൻ ആദാന. ഇന്ന് നമ്മൾ പലപ്പോഴും പറയും, അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നു, നമ്മുടെ സഹോദരങ്ങളാണല്ലോ അവിടെ ആക്രമണത്തിന് വിധേയമാകുന്നത്, എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നമുക്ക് ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കിവിടെ വെച്ച് നിർവഹിക്കാനുള്ളത്. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് വജഅൽ സഅറന അലാ മൻ ളലമന വൻസുർന അലാ മൻ ആദാന. ഞങ്ങൾ ആക്രമിക്കുന്നവർക്കെതിരിൽ നീ പ്രതികാരമെടുക്കണം, നീയാണ് പ്രതികാര നടപടിയെടുക്കേണ്ടത് റബ്ബേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കണം എന്ന ഏറ്റവും പ്രസക്തമായ പ്രാർത്ഥന. പിന്നെ പ്രാർത്ഥിച്ചത് വലാ തജ്അൽ മുസീബത്തന ഫീ ദീനിന, ഞങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു മുസീബത്തു നൽകല്ലേ എന്നതാണ്. എന്താ ദീനിലുള്ള മുസീബത്ത്? ഷിർക്കിലും കുഫറിലും ബിദ്അത്തിലും അകപ്പെട്ട് ജീവിക്കുക. പ്രത്യക്ഷത്തിൽ ദീനാണ്, പക്ഷേ ചെയ്യുന്നത് ഷിർക്കാണ്, ചെയ്യുന്നത് ബിദ്അത്താണ്. അങ്ങനെ ബിദ്അത്തുകളിലും ഷിർക്കുകളിൽ മുഴുകി ദീനിയായി ജീവിക്കുക, അതുണ്ടാവരുത്. ആ ഷിർക്കിൽ നിന്നും ആ ബിദ്അത്തുകളിൽ നിന്നും മുക്തനായ ഒരു ദീനീ ജീവിതം നീ ഞങ്ങൾക്ക് കൊണ്ടോ എന്നതാണ്. വലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ഈ ദുനിയാവാക്കരുത്. ഞങ്ങളുടെ മുഖ്യമായ അറിവ് ദുനിയാവിനെ കുറിച്ചുള്ള അറിവാക്കല്ലേ അല്ലാഹുവേ എന്നാണ് പ്രാർത്ഥിച്ചത്. അവസാനം പ്രാർത്ഥിച്ചത് വലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുന. ഞങ്ങളോട് കരുണ കാണിക്കാത്ത, ഒട്ടും ദയ കാണിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഭരണാധികാരികളായി ഈ ലോകത്തിന് വരുത്തല്ലേ എന്നതാണ്. ഈ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, 7-8 കാര്യങ്ങൾ അടങ്ങിയ ഈ പ്രാർത്ഥന നമ്മുടെ ദീനും ദുനിയാവും സുരക്ഷിതമാകാനുള്ള പ്രാർത്ഥനയാണ്. വേണമെങ്കിൽ രാത്രി വിത്ർ നമസ്കരിക്കുമ്പോൾ നമുക്ക് കുനൂത്ത് നിർവഹിക്കാം. ആ കുനൂത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നേടിയെടുത്താൽ അള്ള തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി നമുക്ക് ഭൗതിക ലോകത്ത് മാറാം. നമ്മൾ എവിടെ വെച്ച് എപ്പോൾ മരിക്കേണ്ടി വന്നാലും അവന്റെ സ്വർഗത്തിന് അർഹത നേടുന്ന നിലക്കുള്ള പ്രാർത്ഥനയാണിത്. ഇത് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, അല്ലാഹുവിന്റെ ദൂതരെ, എനിക്ക് ആവശ്യമായ ഉപദേശം നിങ്ങൾ നൽകണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഒന്ന് പറഞ്ഞത് അലൈക ബി തഖ്വല്ലാഹ് ഫഇന്നഹു റഅ്സുൽ അംരി കുല്ലി. നീ എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരിഹി വജിത്തിനാബു നവാഹിഹി. അള്ള കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാനും അവൻ വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ വിലക്കാനും കഴിയുക. അതെങ്ങനെ? അൻ തഅമല അലാ ത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ച് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ച് വഅൻ തത്റുക മഅസിയത്തല്ലാഹ്, അള്ളാഹനെ ധിക്കരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകലുക. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ വെളിച്ചം സ്വീകരിച്ച് തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെട്ട്. ഇങ്ങനെ സദാസമയവും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. ഫഇന്നഹു റഅ്സുൽ അംരി കുല്ലി. അതാണ് മുഖ്യ വിഷയം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും മുഖ്യമായ കാര്യം, നമുക്ക് ഈ ജീവിതം നൽകിയ ഈ പ്രപഞ്ചം നമുക്കായി ഈ നിലക്ക് അലങ്കരിച്ച് സംവിധാനിച്ച അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. ഫഇന്നഹു റഅ്സുൽ അംരി കുല്ലി. രണ്ടാമത് ഇത് കേട്ടപ്പോ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് വീണ്ടും പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപദേശം നൽകണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ,
നീ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നന്നായി ശ്രദ്ധിക്കണം. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒന്ന് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. മുതിർന്നു വരുന്ന ചെറുപ്പക്കാരൊക്കെ, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ, നമ്മളൊക്കെ നമ്മുടെ നാവിൽ വിവിധങ്ങളായ ഭാഷകൾ നമ്മുടെ നാവിന് വഴങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഫുടമായി വളരെ ഫ്ലുവൻ്റായി ചില ഭാഷകൾ സംസാരിക്കാറുണ്ട്. അല്ലാഹ് നൽകിയ അറബി ഭാഷ, ഖുർആനിന്റെ ഭാഷ നമ്മുടെ നാവിന് വഴങ്ങിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ കലാം തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ എനിക്ക് കഴിയും എന്നൊരു ഉറപ്പ് നമ്മൾ നേടിയെടുക്കണം. അതാണ് തിലാവത്തുൽ ഖുർആനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിന്റെ ആശയ തലങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അലൈക ബി തിലാവത്തിൽ ഖുർആൻ, നീ ഖുർആനിന്റെ പാരായണം നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർളി വദുഖുറുൽ ലക ഫിസ് സമാ. ആ വിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിൽ നിനക്കൊരു വെളിച്ചമാണ്. നിന്റെ മുന്നിൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരു വെളിച്ചമായി ഖുർആൻ മാറും. വദുഖുറുൽ ലക ഫിസ് സമാ, നാളെ പരലോകത്ത് നിനക്ക് വലിയ ഒരു സമ്പാദ്യമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. നമ്മൾ ഒരുക്കുന്ന സമ്പത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം. അതിന്റെ കൂടുതലായ പാരായണം ഉണ്ടാകണം. അതിന്റെ അർത്ഥതലങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ ഖൈറുകൾ ലഭിക്കാൻ കാരണമാകുമെന്നതാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കാനും എവിടെ വെച്ച് എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുഅ്മിനായി മുവഹിദായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. കഴിഞ്ഞ ദിവസം സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ആലു ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹ്മഹുല്ല, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണമെന്നത് ലോകത്തുള്ള അഹ്ലുസുന്ന, യഥാർത്ഥ തൗഹീദിന്റെ സുന്നത്തിന്റെ വാക്താക്കൾക്ക് ഒരു വലിയ മുറിവാണ്, വലിയ മുസീബത്താണ് അദ്ദേഹത്തിന്റെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെയും അല്ലാഹു സ്വീകരിച്ച്, വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഖബർ ജീവിതത്തിൽ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളടക്കം മരണപ്പെട്ട മാതാപിതാക്കളും അല്ലാത്തവരും സഹോദര സഹോദരിമാർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ اشف مرضانا ومرضى المسلمين, اللهم اشف مرضانا ومرضى المسلمين, اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.